ഹലോ ഗായ്സ്, അപ്പോൾ ജസ്റ്റ് സഹോയിലേക്ക് എല്ലാവർക്കും വലിയ വെൽക്കം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീൻ കണ്ടിട്ട് എനിക്ക് പിടികിട്ടിയോ എന്ത് മീനാണെന്ന്. ഇതാണ് നമ്മുടെ സ്വന്തം വരാൽ. മുമ്പ് ഞാൻ തനിയെ വെട്ടുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം മറ്റേ ക്ലീനാക്കുന്നവർ തന്നെ എല്ലാം ഫുള്ള് ക്ലീനാക്കി തരും. സോ അതുകൊണ്ടാണ് നമ്മുടെ ഈ പരിപാടിയൊക്കെ നടന്നത്. അല്ലെങ്കിൽ മീനെ തല്ലിക്കൊല്ലാൻ തന്നെ ഒരുപാട് നേരം എടുക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ഒരു ഇല എടുത്തു, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഒരു ഭംഗിക്ക്. അപ്പോൾ ആ ഇലയിലോട്ട് നമ്മുടെ മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെന്താണ് നമുക്ക് ഇടേണ്ടത്, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ പുരട്ടിയെടുക്കുക. ഓക്കെ, അപ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി നാരങ്ങ നീരും കൂടെ ഒഴിക്കുകയാണെങ്കിൽ അടിപൊളി സൂപ്പർ. ഓക്കെ, ഞാനത് നോക്കിയിട്ട് എനിക്കൊന്നും നാരങ്ങ ഞാൻ കണ്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും നാരങ്ങ ഞങ്ങൾക്ക് മിസ് ഔട്ട് ആയിട്ടുണ്ട്. സോ നിങ്ങൾ സെറ്റാക്കുമ്പോഴത്തേക്ക് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിക്കണേ. അപ്പോഴത്തേക്ക് നമ്മുടെ മീനിനൊക്കെ കുട്ടപ്പനായി നമ്മൾ നല്ല രീതിയിൽ മസാല പുരട്ടി ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. സമയമില്ല, ഞാൻ ലേറ്റായിപ്പോയി അതുകൊണ്ടാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് തവ ഫ്രൈ ചെയ്തെടുക്കുക. അല്ല ഒരുപാട് എണ്ണയൊന്നും വേണ്ട, എന്നാലും ഒരാവശ്യത്തിന് മതി. ഒരുപാട് എണ്ണ ഒഴിച്ച് അതിൻ്റെ ഭംഗി നമ്മൾ കളയണ്ട. അങ്ങനെ മീനിൻ്റെ മുരുമുര വറുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെ, ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. ഈ വരാൽ കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ. നമ്മുടെ ഉള്ളിലത്തെ ആ ദശയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മീനെടുത്ത് മാറ്റി അതേ ഇതിനകത്തോട്ട് നമ്മൾ സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും കൂടെ ആഡ് ചെയ്ത്, അപ്പോൾ അതേ ഗ്രേവി തന്നെ ആകുമ്പോഴത്തേക്ക് ഇതിന് നല്ലൊരു ടേസ്റ്റാണ്. ഓക്കെ, അപ്പം ഇതൊന്ന് ജസ്റ്റ് വഴണ്ട് വന്ന് നമ്മൾ അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ഇല്ലല്ലോ, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി, സെയിം ഐറ്റം തന്നെ നമ്മൾ വീണ്ടും ഇതിൻ്റെ കൂട്ടത്തിലിടുക. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് സാധനം തക്കാളി ആട്ടോ. തക്കാളി നമ്മൾ ഇച്ചിരി കൂടുതലിട്ടാൽ സീനില്ല. കാരണം വെച്ചാൽ ഇതിങ്ങനെ നമുക്ക് ഇലയിലിട്ട് പൊള്ളിക്കാനുള്ള ഐറ്റമാണ്. സോ അതുകൊണ്ട് ഈ തക്കാളി കിടക്കുമ്പോഴത്തേക്ക് തക്കാളി ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ ആ കംപ്ലീറ്റ് ടെക്സ്ചറെ അങ്ങ് മാറി നല്ലൊരു ഗ്രേവി പോലെ വന്നു. സോ നമ്മൾ മീനെടുത്ത് ഇല നമ്മൾ ഒന്ന് വാട്ടിയിട്ടെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനെടുത്തപ്പം എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ ഒടിഞ്ഞു പോയി. സാരമില്ല, നമ്മളല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി ഗ്രേവിയും കൂടെ നല്ലോണം അതിൻ്റെ മണ്ടയ്ക്കോട്ട് പുരട്ടി ഇനി നമ്മൾ ഇത് നല്ല രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത്, എനിക്ക് മറ്റേ ആ വാഴനാര് വെച്ച് കെട്ടാൻ അറിയത്തില്ല ഗൈസ്, പിന്നെ ആ നൂല് നോക്കിയിട്ട് കണ്ടതുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും നമ്മൾ ഇതാക്കി പൊതിഞ്ഞ് മേലിൽ നിന്നും താഴെ നിന്നും കൂടെ നമ്മൾ പൊതിച്ചോറ് കൊണ്ടുപോകത്തില്ലേ, ആ പരുവത്തിൽ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് കെട്ടാൻ സംഭവമൊന്നും കിട്ടിയില്ല. സോ അതുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ ഞാൻ തവയിൽ വെച്ചു. ആ തവയിൽ തന്നെ നമ്മൾ നല്ല രീതിയിലൊന്ന് പൊരിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് ഓരോ രണ്ട് സൈഡായിട്ട് വയ്ക്കുകയാണെങ്കിൽ അത് കരിഞ്ഞൊന്നും പോകത്തില്ല. അപ്പോൾ ഈ ഗ്രേവി ഫുള്ള് ഇതിനകത്തോട്ട്, ഈ മീനിൻ്റെ അകത്തോട്ട് എന്താ പറയുക, ആ ഒരു മാജിക് അവിടെ നടക്കും. സോ ഞാനങ്ങനെ കാത്ത് വേവോളം കാക്കാമെങ്കിൽ 6ഓളം കാക്കാമല്ലോ. സോ ഞങ്ങൾ അങ്ങനെ കാത്ത് നിന്നു. അപ്പോൾ നമ്മുടെ കുട്ടപ്പൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും പൊരിച്ചപ്പോഴത്തേക്ക് ഒരു ഡ്രൈ പോലെ ഇല്ലായിരുന്ന, പക്ഷേ ഇതൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് കണ്ട ആ തക്കാളിയുടെ മാജിക് കേട്ടോ. അത് തക്കാളി നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നുമല്ല. അങ്ങനെ പിന്നെ തുറന്ന് അപ്പോൾ ഇത്രയുള്ള ഒരു നമ്മൾ വേവോളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടാ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സർവിങ്. ഓക്കെ, പിന്നെ നമ്മൾ വാപ്പച്ചാക്ക് ഫുഡൊക്കെ കൊണ്ട് കൊടുത്തു. അന്ന് പപ്പരക്ക തോരനും മത്തി മുളക് കറിയും കേടും ഈ സംഭവമായിരുന്നു. പക്ഷേ ഇതുണ്ടെങ്കിൽ വേറെ കറിയൊന്നും ആവശ്യമില്ല ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്.